ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. എൻ്റെ പേര് ഗോകുൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് OnePlus ബുള്ളറ്റ്സ് വയർലെസ് സി ബേസ് എഡിഷൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആണ്. ആക്ച്വലി ഞാൻ ഇതിൻ്റെ അൺബോക്സിങ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻസ് വീഡിയോ ഓൾറെഡി ചെയ്തായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ ഇതിൻ്റെ കംഫർട്ട് ആൻഡ് ഫിറ്റിൻ്റെ കാര്യം, അതുപോലെ തന്നെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയൊക്കെ ചെറുതായിട്ട് ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് ഈ വീഡിയോയിൽ പറയുന്നില്ല. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഓരോ സെഗ്മെൻ്റായിട്ട് ഓരോന്നായിട്ട് അങ്ങനെ പറഞ്ഞു പോകല്ല ചെയ്യുന്നത്. ജസ്റ്റ് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് 1.5 ആഴ്ചയോളം ഞാനിത് യൂസ് ചെയ്ത് നോക്കി. അപ്പോഴത്തേക്കും 1.5 ആഴ്ച യൂസ് ചെയ്യുമ്പോഴത്തേക്കും എനിക്കിതിൻ്റെ പ്ലസ് പോയിൻറ്റ്സ് ആയിട്ട് തോന്നിയത് എന്താണ്, നെഗറ്റീവായിട്ട് തോന്നിയത് എന്താണ്, അതിനെപ്പറ്റിയായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ ഫുള്ളി കവർ ചെയ്യുന്നത്. സോ നമുക്കിനി കൂടുതൽ താമസിക്കേണ്ട, വെറുതെ നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നേരെ കാര്യത്തിലോട്ട് കിടക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ പോസിറ്റീവ് പോയിൻറ്റ്സിനെ പറ്റി പറയുവാണെങ്കിൽ, ഞാൻ ഏറ്റവും നല്ല രീതിയിൽ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. ഓൾറെഡി OnePlus ബുള്ളറ്റ്സ് വയർലെസ് ഈ നോർമൽ എഡിഷനും ഈ ഫാസ്റ്റ് ചാർജിങ് ഫീച്ചറുണ്ട്. അതായത് 10 മിനിറ്റ് നിങ്ങളൊന്ന് ക്വിക്ക് ചാർജ് ചെയ്യുമ്പോഴത്തേക്കും 10 hours ബാറ്ററി ബാക്കപ്പാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 10 hours ഭയങ്കര ഇമ്പ്രസീവ് ആയിരുന്നു. കാരണം ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഇത്രയും ഇതിൻ്റെ അപ്പുറം ഒരു ഫാസ്റ്റ് ചാർജിങ് ഫീച്ചർ നിങ്ങൾക്ക് ഒരു ഹെഡ്ഫോൺസിൽ വേണോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല കേട്ടോ. അത്രയും ഒരു അഡീഷണൽ പ്ലസ് പോയിന്റ് തന്നെയാണ്. ജസ്റ്റ് ഒരു 10 മിനിറ്റ്സിൻ്റെ ക്വിക്ക് ചാർജ്. നിങ്ങളിപ്പോൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിൻ്റെ ചാർജ് പോയെങ്കിൽ ജസ്റ്റ് ഒന്ന് സൈഡിൽ വെച്ചാൽ മതി. എന്നിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫോൺ സ്ക്രോൾ ചെയ്ത് ഒന്ന് ബ്രൗസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സംഭവം ചാർജ് ആയി. 10 മണിക്കൂർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളെ യൂസ് കേസ് സിനാരിയോ അനുസരിച്ച് നിങ്ങൾക്കത് 1 ഡേയോ 2 ഡേയോ 3 ഡേയോ ഓരോരുത്തർക്ക് ഓരോന്നാണല്ലോ. പിന്നെ ബാറ്ററി ലൈഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 17 hours ബാറ്ററി ബാക്കപ്പാണ് കമ്പനി പറയുന്നത്. എനിക്ക് ഏകദേശം 15 hours ആ ഒരു റേഞ്ചാണ്, 15 to 16 hours റേഞ്ചാണ് എനിക്ക് കിട്ടിയത്. 17 hours വരെ വന്നില്ല. എസ്റ്റിമേറ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ലോ. കറക്റ്റ്ലി ആ ഒരു ബാറ്ററി ലൈഫ് നമുക്ക് പറയാൻ പറ്റത്തില്ലോ. ആ ഒരു റേഞ്ചാണ് എനിക്ക് കിട്ടിയത്. അപ്പോഴത്തേക്കും അതാണെങ്കിലും എനിക്ക് വളരെ ഇമ്പ്രസീവായിട്ട് തോന്നി. പക്ഷേ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നോർമൽ OnePlus ബുള്ളറ്റ്സ് വയർലെസ് സിയുടെ ആ ഒരു എഡിഷന്, നോർമൽ എഡിഷന് അപ്പോൾ അതിന് 20 hours ബാറ്ററി ബാക്കപ്പാണ് വരുന്നത്. അപ്പോൾ 3 hours ആ ഒരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ 3 hours നിങ്ങൾക്കത് വലിയ മാറ്റർ ആണോ എന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. എനിക്ക് ഇത് വലിയ മാറ്റർ അല്ല. 17 hours ആയാലും ഞാൻ ഓക്കെയാണ്. കാരണം ഞാൻ ഹെഡ്ഫോൺസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ യൂസ് കേസ് സിനാരിയോ എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് ഞാനൊരു 3 to 4 days ആ ഒരു ചാർജ് എനിക്ക് സുഖമായിട്ട് പോകും. ഞാൻ ആ കൂടെ ഇതിൻ്റെ 2 തവണയാണ് ചാർജ് ചെയ്തിട്ടുള്ളത്. ഉള്ള കാര്യം പറയല്ല, ജസ്റ്റ് 2 തവണ ഞാൻ അത് ചാർജ് ചെയ്തിട്ടുള്ളൂ, അല്ല അതിൽ കൂടെ ഞാൻ ചാർജ് ചെയ്തിട്ടില്ല. അപ്പം അതിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ ഇഷ്യൂ തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ബാറ്ററി ആണെങ്കിലും ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കാര്യത്തിലും വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് കാണിക്കുന്നത്. ഇനി അടുത്തൊരു പ്ലസ് പോയിന്റോടെ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ കണക്ടിവിറ്റിയുടെ കാര്യത്തിലാണ്. കണക്ടിവിറ്റി ഞാൻ ഓൾറെഡി അൺബോക്സിംഗ് വീഡിയോയിൽ കാണിച്ചൊരു കാര്യമാണ്. അതായത് വളരെ സ്പീഡായിട്ടും വളരെ സീംലെസ് ആയിട്ടും ഇത് കണക്ട് ചെയ്യുന്നുണ്ട്. ഒരു പ്രശ്നം എനിക്ക് തോന്നിയില്ല. വളരെ ഈസിയുമാണ് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി. ഒരു പ്രശ്നവുമില്ല. ജസ്റ്റ് ഈ മാഗ്നറ്റിക്കിൻ്റെ ആ ഒരു ടിപ്പ് ജസ്റ്റ് ഒന്ന് മാറുമ്പോൾ തന്നെ ഇതൊരു പെയറിംഗ് മോഡിലോട്ടാവും. പെയറിംഗ് മോഡ് മീൻസ് ഇത് കണക്റ്റിംഗ് ആ ഒരു മോഡിലോട്ടാവും. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു ബ്ലൂടൂത്ത് വിസിബിലിറ്റി ഓൺ ആവും. പിന്നെ നേരെ കണക്ട് ചെയ്യാൻ പറ്റും. ഒരു ഇഷ്യൂ എനിക്ക് ഫേസ് ചെയ്തില്ല. വളരെ സീംലെസ് ആയിട്ടും വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഇത് കണക്ട് ആവുന്നത്. അതുപോലെ തന്നെ ആ ഒരു ബ്ലൂടൂത്ത് കവറേജ് ഞാൻ ആക്ച്വലി പറയാമല്ലോ, ഞാൻ ഹെഡ്ഫോൺസിൻ്റെ ആ ഒരു ബ്ലൂടൂത്ത് കവറേജ് അധികം ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോകാറില്ല. കാരണം എല്ലാം നമുക്ക് അത്രയും റിലയബിൾ ആയിട്ടുള്ളൊരു സോഴ്സ് അല്ല ആ ഒരു ബ്ലൂടൂത്തിൻ്റെ ടെക്നോളജി. നമുക്ക് മീൻസ് നമ്മൾ ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഇറങ്ങി നടക്കാൻ എനിക്ക് അധികം പറ്റിയിട്ടില്ല. ഹെഡ്ഫോൺസ് ഇടയ്ക്കിടയ്ക്ക് വെച്ച് ബ്രേക്ക് ആവുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടാറുള്ളത്. അതുകൊണ്ട് ഞാൻ അധികം ആ ഒരു ലെവലിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാറില്ല. പക്ഷേ ഇത് ആക്സിഡൻ്റലി ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി ഈ ഹെഡ്ഫോൺസിൻ്റെ ബ്ലൂടൂത്ത് കവറേജ്. ഇപ്പോൾ എൻ്റെ ഫോൺ ഞാൻ മുകളിൽ വെച്ചിട്ട് ഞാൻ താഴോട്ടൊക്കെ ഇറങ്ങി നടന്നു. അപ്പോഴത്തേക്ക് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിന് പുറത്തെത്തിയപ്പോഴത്തേക്കുമാണ് ഇതിൻ്റെ ഹെഡ്ഫോൺസിൻ്റെ ആ ഒരു റേഞ്ച് പോയത്. കംപ്ലീറ്റ് സൗണ്ട് കട്ടായത്. അതുവരെ ഇത് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കിന് ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നി. കാരണം ഞാൻ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺസ് യൂസ് ചെയ്തതെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു കണക്ഷൻ്റെ ആ ഒരു ഇത് പോകുമായിരുന്നു. അപ്പം വളരെയായിട്ട് ബ്രേക്ക് ചെയ്യുമായിരുന്നു, മീൻസ് സോങ്സ് ആണെങ്കിലും അല്ല. പക്ഷേ അങ്ങനെ ഒന്നും എനിക്ക് നടന്നില്ല. ഞാൻ വീടിൻ്റെ പുറത്തെത്തിയപ്പോഴത്തേക്കാണ് ഇതിൻ്റെ ആ ഒരു കണക്ഷൻ പോയത്. എനിക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നി. കാരണം ഇത്ര നല്ലൊരു ബ്ലൂടൂത്ത് 5.0 ടെക്നോളജിയാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അത് ഭയങ്കര വേറെ ലെവൽ, മീൻസ് അങ്ങനെ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എന്തൊക്കെയോ കൊണ്ടോ എനിക്കിതിൻ്റെ റേഞ്ച് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുള്ള എനിക്ക് തോന്നി. നല്ലൊരു പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് അതും തോന്നിയായിരുന്നു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെ കോൾ ക്വാളിറ്റിയെ പറ്റിയാണ്. കോൾ ക്വാളിറ്റി നമുക്കറിയാമല്ലോ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഹെഡ്ഫോൺസിൻ്റെ കോൾ ക്വാളിറ്റി എന്ന് പറയുന്നത് ഭയങ്കര പൂറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഓൾറെഡി റിയൽമി ബഡ്സ് ക്യൂവിൻ്റെ ആ ഒരു റിവ്യൂക്കകത്ത് ഞാൻ പറഞ്ഞായിരുന്നു അതിൻ്റെ കോൾ ക്വാളിറ്റി അത്രയും പോരാ, അത്ര നല്ലതല്ലാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് അല്ല എനിക്ക് ഇത് യൂസ് ചെയ്തപ്പോഴത്തേക്കും കിട്ടിയത്. വളരെ നല്ലൊരു കോൾ ക്വാളിറ്റി. അതായത് ഞാൻ വിളിക്കുന്നവരെല്ലാം എല്ലാവരും പറഞ്ഞത് നല്ലൊരു കോൾ ക്വാളിറ്റി തന്നെയാണ്. ഇതിനൊരു പ്രശ്നവുമില്ല, നല്ല ക്ലിയർ ആയിട്ട് തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് എല്ലാവരും പറഞ്ഞത്. 3-4 പേരെ ഞാൻ വിളിച്ച് നോക്കിയായിരുന്നു, അവരെല്ലാം അങ്ങനെയാണ് പറഞ്ഞത്. പറ്റിയത് ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നി. കാരണം ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും കോൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ അവർ ആ ഒരു സാക്രിഫൈസ് ചെയ്യുമായിരുന്നു. വയർലെസ് എന്ന് പറഞ്ഞാൽ ആ വയർലെസ് എൻവിറോൺമെൻറ്റിലോട്ട് പോകുമ്പോഴത്തേക്കും. പക്ഷേ അതിൻ്റെ കാര്യത്തിൽ അവർ സാക്രിഫൈസ് ചെയ്തില്ല എന്നറിയുമ്പോഴത്തേക്കും അതൊരു വലിയ സന്തോഷം തന്നെയാണ്. ഇനി അടുത്ത പോയിന്റ് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെ പറ്റിയാണ്. നമുക്ക് ഓരോ പോയിൻ്റായിട്ട് പറഞ്ഞു പോകാം. അതായത് സൗണ്ട് ക്വാളിറ്റിയുടെ ആ ഓരോ എലമെൻസുമായിട്ട് പറഞ്ഞു പോവുകയാണെങ്കിൽ ഏറ്റവും ആദ്യം പറയാനുള്ളത് ഇതിൻ്റെ ബേസ് റെസ്പോൺസ്. അപ്പോൾ ഇതിനെ അവർ മാർക്കറ്റ് ചെയ്ത് തന്നെ അങ്ങനെയാണല്ലോ, ബേസ് എഡിഷൻ എന്ന് പറഞ്ഞാണ് മാർക്കറ്റ് ചെയ്തത്. അപ്പോൾ ബേസ് റെസ്പോൺസിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് ആക്ച്വലി ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നിയില്ല. ഞാൻ ഓൾറെഡി എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ട് എനിക്ക് തോന്നിയില്ല. ഓവറോൾ ഇതിൻ്റെ സൗണ്ട് സിഗ്നേച്ചർ കൊള്ളാമെന്ന് തോന്നി. പക്ഷേ
ബേസ് റെസ്പോൺസിൽ ബേസ് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്ത് ബേസ് ഭയങ്കരമായിട്ട് എംഫസൈസ് ചെയ്ത് അവരിറക്കിയ ഒരു പ്രോഡക്റ്റാണെന്ന് എനിക്ക് തോന്നിയില്ല. ഉള്ള കാര്യം ഞാൻ ഓണസ്റ്റായിട്ട് പറയാമല്ലോ. ഇത് കുഴപ്പമില്ല, ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ബേസ് ഉണ്ട്. ഞാൻ യൂട്യൂബിൽ ബേസ് ബൂസ്റ്റഡ് ആയിട്ടുള്ള സോങ്സ് കേട്ട് നോക്കി, സ്പോട്ടിഫൈയിൽ കേട്ട് നോക്കി, മൂവീസ് വാച്ച് ചെയ്ത് നോക്കി. ഇപ്പോഴെല്ലാം എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓവറോൾ ഇതിൻ്റെ സൗണ്ട് പ്രൊഫൈൽ നല്ലതാണ്. പക്ഷേ ബേസിൻ്റെ കാര്യത്തിൽ ഒരു ഭയങ്കര വലിയൊരു ജമ്പൊന്നും അവർ നടത്തിയിട്ടില്ല. ബേസ് ഉണ്ട്, നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്, സിഗ്നിഫിക്കൻ്റ് ആണ്. പക്ഷേ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ട്യൂൺ ചെയ്ത് എൻഹാൻസ് ചെയ്തൊരു പ്രോഡക്റ്റാണെന്ന് നമുക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. കാരണം ചിലവർക്ക് ചില കാര്യങ്ങളായിരിക്കും ഇഷ്ടപ്പെടുന്നത്, ചില സൗണ്ട് സിഗ്നേച്ചേഴ്സ് ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്, ചില എക്സ്പീരിയൻസ് ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ചിലവർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പം കംപ്ലീറ്റ്ലി എൻ്റെ പേഴ്സ്പെക്റ്റീവ് വെച്ചാണ് ഞാനത് പറയുന്നത്. അതുപോലെ നിങ്ങൾ അങ്ങനെ ഒരു രീതിയിലാണ് ഇത് കേൾക്കേണ്ടത്. ഓക്കെ. ഇപ്പം പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു മിഡ് ടോൺസ്, മീൻസ് മിഡ് ടോൺസിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയാണ് മിഡ് ടോൺസിൻ്റെ കാണിക്കുന്നത്. ഒരു കുറ്റവും പറയാനില്ല, നല്ലൊരു പെർഫോമൻസ് തന്നെ മിഡ് ടോൺസിൽ തരുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത്, നമ്മളെ വോയിസ് ഭയങ്കര ആ ഒരു വോയിസ് സെൻട്രിക് ആയിട്ടുള്ള, വോക്കൽ സെൻട്രിക് ആയിട്ടുള്ള നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ സൗണ്ട് മാക്സിമം ഒരു 30-40% കഴിയുമ്പോഴത്തേക്കും ഭയങ്കര സ്ക്വീക്കി ആയിട്ടുള്ള നോയ്സാണ്. നമ്മളെ ഇയേഴ്സിന് ഭയങ്കര ഒരു ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ലെവൽ. അത് മിക്ക ഹെഡ്ഫോൺസിനുള്ളതാണ്. ഇതിൻ്റെ മാത്രമല്ല, മിക്ക വയർഡ് ഹെഡ്ഫോൺസിനാണെങ്കിലും, മിക്ക ബ്ലൂടൂത്ത് ട്രൂ വയർലെസ് ഹെഡ്ഫോൺസിൽ ഞാൻ അധികം കാണാറില്ല, വയർഡ് ഹെഡ്ഫോൺസിൽ മിക്കത് കാണാറുണ്ട്. അതായത് നമുക്കൊരു 30-40% കഴിയുമ്പോഴത്തേക്കും നമ്മൾ അവർ പറയുന്ന വോയിസ് ഭയങ്കര ഒരു ഓവർ ലെവലാവും. മീൻസ് ആ ഒരു വോയിസിൻ്റെ ആ ഒരു ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര സ്ക്വീക്കി നോയ്സ് ആയിട്ട് നമുക്ക് ആ ഒരു സ്ക്വീക്കി മീൻസ് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ലെവലിലുള്ള വോളിയൂംസ് വന്ന് നമുക്ക് ആ ഒരു സൗണ്ട് നമുക്ക് അതിൽ കൂടുതൽ പോകാൻ തോന്നത്തില്ല. അവിടെയൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ബേസിൻ്റെ ഫീലിംഗ് ആണ് വേണ്ടത്. ബേസിൻ്റെ ഫീലിംഗ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്മൂത്തായി, കുറച്ചുകൂടെ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് തന്നെയാണ്. പക്ഷേ അവിടെയൊന്നും നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് അല്ല എനിക്ക് കിട്ടിയത്. മാക്സിമം ഒരു 20-30% വോളിയം, അല്ലെങ്കിൽ മാക്സിമം ഒരു 40% വോളിയം, അതിന് മുകളിൽ എനിക്ക് പോകാൻ തോന്നിയിട്ടില്ല വോക്കൽ സെൻട്രിക് ആയിട്ടുള്ള വീഡിയോസ് വാച്ച് ചെയ്യുമ്പോഴത്തേക്കും. പിന്നെ നമുക്ക് ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് കേൾക്കുമ്പോഴത്തേക്കും മനസ്സിലായത് വലിയ കുഴപ്പമൊന്നുമില്ല. ഹൈസ് ആണെങ്കിലും മിഡ് ടോൺസ് ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ തന്നെ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. മീൻസ് അതിൻ്റെ കാര്യത്തിലൊന്നും കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ. ബേസ് ആണെങ്കിലും ഇച്ചിരി ആ ഒരു സിഗ്നിഫിക്കൻ്റ് ആയതുകൊണ്ട് ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കിലൊന്നും എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല, നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത സൗണ്ട് സ്റ്റേജ്. ഇപ്പോൾ സൗണ്ട് സ്റ്റേജിൻ്റെ കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിൽ അറിഞ്ഞിടാത്തൊരു ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പം സൗണ്ട് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് ഹെഡ്ഫോൺസിൻ്റെ ആ ഒരു സൗണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ 3D 5D 8D ഓഡിയോ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിത്തിൻ എ സ്റ്റേജ്, നമ്മളെ ബ്രെയിനിലൊരു സ്റ്റേജ് ഉണ്ടാക്കിയെടുക്കും ഇത്. അതായത് നമ്മൾ ആ ഒരു സൗണ്ടിൻ്റെ ഓരോ ഫ്രീക്വൻസി റെസ്പോൺസ് കാരണം, അല്ലെങ്കിൽ ആ സൗണ്ടിൻ്റെ ആ ഒരു വോളിയം കാരണം നമ്മളെ ബ്രെയിനിന് ഒരു സൗണ്ട് സ്റ്റേജ് പോലെ ഫീൽ ചെയ്യും. അതായത് ഈ ഒരു സൗണ്ട് ഇവിടെ നിന്നാണ് വരുന്നത്, അതായത് ഡിഫറെൻറ്റ് സൗണ്ട്സ് ഡിഫറെൻറ്റ് ഭാഗത്തു നിന്നാണ് വരുന്നത് എന്നുള്ള ആ ഒരു സ്റ്റേജ് നമ്മളെ ബ്രെയിൻ തന്നെ ക്രിയേറ്റ് ചെയ്യും. അതിനാണ് സൗണ്ട് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഹെഡ്ഫോൺസിൻ്റെ ആ ഒരു ക്വാളിറ്റി അനുസരിച്ച്, ഹെഡ്ഫോൺസിൻ്റെ ആ ഒരു പവർ അനുസരിച്ചിരിക്കും ഈ സൗണ്ട് സ്റ്റേജിൻ്റെ ആ ഒരു വലുപ്പം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു രീതിയിലാണ്. ചില ഹെഡ്ഫോൺസിന് മീൻസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഹെഡ്ഫോൺസിന് ഭയങ്കര വലിയ രീതിയിലുള്ള സൗണ്ട് സ്റ്റേജ് ഒന്നും വരില്ല എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരിക്കണം. കാരണം അതൊക്കെ ഭയങ്കര ഹൈ എൻഡ് ക്വാളിറ്റി ഹെഡ്ഫോൺസിന് മാത്രമേ അത്രയും പവർഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും വൈഡ് ആയിട്ടുള്ള സൗണ്ട് സ്റ്റേജ് നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ ഈ ഒരു ഹെഡ്ഫോൺസിൽ ഞാൻ നോക്കിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ സാറ്റിസ്ഫാക്ടറി ആയിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്ത ആ ഒരു ലെവൽ സൗണ്ട് സ്റ്റേജ് തന്നെയാണ് ഇതിനകത്ത് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 3D ഓഡിയോ കേൾക്കുമ്പോഴത്തേക്കും ആണെങ്കിലും 5D ഓഡിയോ കേൾക്കുമ്പോഴത്തേക്കും ആണെങ്കിലും 8D ഓഡിയോ കേൾക്കുമ്പോഴത്തേക്കാണെങ്കിലും എല്ലാം ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം 3D ഓഡിയോ പോലെ തന്നെ ഇരിക്കും. അല്ലാതെ നമുക്ക് ആ ഒരു 8Dയുടെ എക്സ്പീരിയൻസ് ആ ഒരു 3D ഓഡിയോ വെച്ച് നോക്കുമ്പോഴത്തേക്കും വേറെ ലെവലൊന്നും അല്ല. ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നില്ല. ആ സൗണ്ട് സ്റ്റേജിൻ്റെ ഒരു ലിമിറ്റേഷനാണ് അതെനിക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നുന്നില്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ചിട്ട് അത്യാവശ്യം അഡിക്വേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ആ ഒരു കാര്യത്തിലും എനിക്ക് കംപ്ലയിൻ്റ് ഒന്നും പറയില്ല, എന്നാലും കാര്യം ഇത്രയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഓവറോൾ സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഉള്ള കാര്യം പറയാമല്ലോ, നമുക്ക് ആ ഒരു നല്ല ക്വാളിറ്റി തന്നെയാണ് ഇവർ തരുന്നത്. പക്ഷേ എൻ്റെ ആ ഒരു എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് മീറ്റ് ചെയ്തില്ല എന്നേ ഉള്ളൂ. ഞാൻ ബേസ് റെസ്പോൺസ് കുറച്ചുകൂടെ ഹൈ ആയിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷേ അത്രയും ഇല്ല. കുഴപ്പമില്ലെന്ന് പറയാം, അത്രയേ തോന്നിയുള്ളൂ എനിക്ക്. അല്ലാതെ ഭയങ്കര എക്സലൻറ്റ് ബേസ് റെസ്പോൺസ് എന്നുള്ള രീതി പറയാൻ പറ്റത്തില്ല. ഓവറോൾ സൗണ്ട് സിഗ്നേച്ചർ ഓവറോൾ ആയിട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ലൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള, ബാലൻസ്ഡ് എന്ന് നമുക്ക് ആ ഒരു ടേം കറക്റ്റ്ലി ഉപയോഗിക്കാൻ പറ്റത്തില്ല, എന്നാലും ഒരു ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ആ ഒരു ലെവലാണ് എനിക്ക് തോന്നുന്നത്. ഓവറോൾ സൗണ്ട് സിഗ്നേച്ചർ കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കുറ്റം പറയാനൊന്നും തോന്നത്തില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു സൗണ്ട് സിഗ്നേച്ചർ മോശമായി പോയല്ലോ എന്ന് നിങ്ങൾക്ക് ഒരിക്കലും തോന്നത്തില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് പെർഫോം ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് എൻവിറോൺമെൻറ്റൽ റെസിസ്റ്റൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് IP55 റേറ്റിംഗ് ആണ് വരുന്നത്. IP55 എന്ന് പറയുമ്പോഴത്തേക്കും ഡസ്റ്റ് പ്രൂഫിൻ്റെ കാര്യത്തിൽ ഏകദേശം ഡസ്റ്റ് പ്രൂഫ് ആണെന്ന് തന്നെ പറയാൻ പറ്റും. അത് IP55ൻ്റെ റേറ്റിംഗ് വരുമ്പോഴത്തേക്കും IP5 ആണ് ഡസ്റ്റ് പ്രൂഫിൻ്റെ റേറ്റിംഗിൽ വന്നേക്കുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല റേറ്റിംഗ് തന്നെയാണത്. ഡസ്റ്റ് പ്രൂഫിൻ്റെ കാര്യത്തിൽ ഏകദേശം അത് വരുന്നുണ്ട്. വാട്ടർ പ്രൂഫിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ വാട്ടർ പ്രൂഫ് എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് അപ് ടു ആൻ എക്സ്റ്റെൻറ്റ്, അത്രേ പറയാൻ പറ്റത്തുള്ളൂ. ഇതിന് IP5ൻ്റെ ആ ഒരു റേറ്റിംഗ്, ആ ഒരു വാട്ടർ റെസിസ്റ്റൻസിൻ്റെ അവിടെ 5 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആണ് വരുന്നത്.
സ്വെറ്റ് റെസിസ്റ്റൻറ്റുമാണ്, പക്ഷേ സബ്മേർജ് ചെയ്യാൻ പാടില്ല ഈ ഒരു പ്രോഡക്റ്റ്. ഒരിക്കലും ഒരു വെള്ളത്തിൻ്റെ സർഫസിനകത്ത് സബ്മേർജ് ചെയ്യാൻ പാടില്ല. സബ്മേർജ് ചെയ്താൽ ആ ഒരു പ്രഷർ ഇത് ഹാൻഡിൽ ചെയ്യണമെന്നില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. മിക്ക ഒരു കേസിലും സബ്മേർജ് ചെയ്യേണ്ടി വരത്തില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് വാട്ടറൊക്കെ ഒന്ന് നനച്ച് നോക്കിയായിരുന്നു ഈ ഒരു പ്രോഡക്റ്റ്. അപ്പോഴൊന്നും ഒരു പ്രോബ്ലം ഇല്ല. ജസ്റ്റ് വെള്ളത്തിലൊക്കെ ഒന്ന് ഒഴിച്ച് നോക്കിയപ്പോഴത്തേക്കും, വെള്ളം ഒന്നിന് പുറത്തുകൂടെ ഒന്ന് ഒഴിച്ച് നോക്കിയപ്പോഴത്തേക്കും അപ്പോഴൊന്നും ഒരു പ്രോബ്ലം ഇല്ല, നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ സബ്മർഷൻ ഒന്നും ചെയ്യാതെ, സബ്മർഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്കവാറും അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒരു വാർണിംഗ് ഞാൻ തന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പോസിറ്റീവ് പോയിന്റ്സ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റിൻ്റെ, ഇനി നെഗറ്റീവായിട്ടുള്ള പോയിന്റ്സും പറയണമല്ലോ. എന്തെങ്കിലുമൊക്കെ കാണും, വലുതായിട്ടൊന്നുമില്ല, എന്നാലും ചെറിയ ചെറിയ പോയിന്റ്സ് എനിക്ക് തോന്നിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി തീരെ പോരാ. അതൊരു വലിയ പോയിൻ്റാണ്. കാരണം മെറ്റീരിയൽ ക്വാളിറ്റി എന്ന് പറയുന്നത് റബ്ബറാണ് കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത്, പ്ലാസ്റ്റിക്കാണ് സൈഡിൽ യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഡ്യൂറബിലിറ്റി എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. വലിയ തോതിൽ ഡ്യൂറബിലിറ്റി കാണത്തില്ല, എന്നാലും ഒരു പരിധി വരെ നിങ്ങൾക്ക് ഡ്യൂറബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ തന്നെയാണ്. വലിയ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ പ്രോബ്ലം ഒന്നും വരാൻ പോകുന്നില്ല. പക്ഷേ അല്ല എന്നുണ്ടെങ്കിൽ ഇത് റബ്ബറാണ്. റബ്ബർ പെട്ടെന്ന് ഡിസ്ട്രോയ് ചെയ്യാൻ വലിയ പാടുള്ള കാര്യമൊന്നുമല്ലോ. പെട്ടെന്ന് തന്നെ ഡിസ്ട്രോയ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ പ്ലാസ്റ്റിക്കാണ് വരുന്നത്. പ്ലാസ്റ്റിക് ആണെങ്കിലും വലിയ കട്ടിയുള്ള പ്ലാസ്റ്റിക് ഒന്നുമല്ല, ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ആ ഒരു രീതിയിലാണ് ഇത് വരുന്നത്. അപ്പോഴത്തേക്കും ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ആ ഒരു വലിയ ഗ്യാരണ്ടി ഒന്നും എനിക്ക് തരാൻ പറ്റത്തില്ല. ചിലപ്പോൾ പൊട്ടാതിരിക്കാം. അത് കംപ്ലീറ്റ്ലി നമ്മളെ യൂസ് കേസ് സിനാരിയോ അനുസരിച്ചിരിക്കും. അത് നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. രണ്ടാമത് എനിക്ക് ബട്ടൺ ലേഔട്ട് പോലെ തന്നെ ബട്ടൺസ് ആണെങ്കിലും അത്ര നല്ല രീതിയിൽ എനിക്ക് തോന്നിയില്ല. ആ ഒരു ക്ലിക്കിൻ്റെ ഫീലിംഗ് ആണെങ്കിലും അതിനൊന്നും ആ ഒരു പോരാ. കുറച്ചുകൂടെ ബെറ്റർ ആകായിരുന്നു അവർക്ക് ബട്ടൺസിൻ്റെ കാര്യത്തിൽ. കുറച്ചുകൂടെ ഓപ്ഷൻസ് വെക്കുകയായിരുന്നു. അതൊന്നും അവർ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു വോളിയം ഡൗണും വോളിയം അപ്പ് ബട്ടൺസ് മാത്രമേ ഉള്ളൂ. നടക്കും ജസ്റ്റ് പ്ലേ പോസ്, അത് മാത്രമേ അവർ വെച്ചിട്ടുള്ളൂ. കുറച്ചുകൂടെ നല്ലൊരു ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായനെ എന്ന് എനിക്ക് തോന്നി. ജസ്റ്റ് ഒരു സജഷനാണ്, എൻ്റെ ഒരു പേഴ്സണൽ സജഷനാണ്. പിന്നെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെക്ക് ബാൻഡ് ആണ് എന്നുള്ളതാണ്. അപ്പം ഇത്രയും നല്ലൊരു ബാറ്ററി പെർഫോമൻസ് തരുന്ന ഒരു ട്രൂ വയർലെസ് ഇയർബഡ്സും ഇത്ര നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഇരുന്ന ട്രൂ വയർലെസ് ഇയർബഡ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരുന്നുണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. പക്ഷേ അതല്ല, ഇതൊരു നെക്ക് ബാൻഡാണ്. നെക്ക് ബാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു വയർലെസ് എക്സ്പീരിയൻസ് നമുക്ക് ഫുള്ളായിട്ട് കിട്ടത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ആ ഒരു ഫുള്ളി കിട്ടത്തില്ല അല്ലേ. നമ്മുടെ നെക്കിൽ ഇങ്ങനെ കിടക്കും, ഒരു സാധനം ഇങ്ങനെ നീണ്ട് കിടക്കുന്നതാണ് അല്ലേ. അപ്പോൾ അല്ലാതെ നമുക്ക് ആ ഒരു വയർ എടുത്ത് നമ്മൾ ആ ഒരു എന്താ പറയുക, ഫോണിന് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല വയർ, പക്ഷേ നമ്മളെ കഴുത്തിലിട്ടുകൊണ്ട് നടക്കണം. ആ ഒരു ലെവൽ, ആ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഒരു വയർലെസ് എന്നുള്ള രീതിയിനേക്കാളും ഉപരി എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇതാണെങ്കിലും നമുക്ക് പ്രിഫർ ചെയ്താൽ കിട്ടുന്ന ഗുണങ്ങൾ കുറേയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇഷ്ടംപോലെ ഗുണങ്ങളാണ്. ഒന്ന്, ഒരു അഡീഷണൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ട്രൂ വയർലെസ് ഇയർബഡ്സിനേക്കാളും എക്സ്ട്രാ അഡീഷണൽ സൗണ്ട് ക്വാളിറ്റി കിട്ടും. അതുപോലെ തന്നെ മൈക്ക് ക്വാളിറ്റി കിട്ടും. അപ്പോൾ അങ്ങനെ കുറച്ച് അഡീഷണൽ പെർഫോമൻസ് വരുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ടോട്ടലി പറയുകയാണെങ്കിൽ ഈ പ്രോഡക്റ്റ് നല്ലൊരു പ്രോഡക്റ്റാണ്. എനിക്ക് വളരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടാണ്. പക്ഷേ നിങ്ങൾ ഓൾറെഡി ഒരു OnePlus ബുള്ളറ്റ്സ് വയർലെസ് സി ഓൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം വലിയ തോതിലൊരു ബൂസ്റ്റ് വരാൻ പോകുന്നില്ല. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഏകദേശം ഒരു സിമിലറാണ്. സോ ആ ഒരു ബേസിൻ്റെ കാര്യത്തിൽ മാത്രം നിങ്ങൾ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിൻ്റെ ആവശ്യമില്ല. വലുതായിട്ട് നിങ്ങൾക്ക് വരുന്ന ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ആ ഒരു ഹെഡ്ഫോൺസിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാനേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ പുതുതായിട്ട് വരുന്ന ഒരാളാണ്, നിങ്ങൾ ബേസിൻ്റെ കാര്യത്തിൽ ഇച്ചിരി നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻസ് തന്നെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രോഡക്റ്റ് എടുക്കാം. അല്ല, നിങ്ങൾക്ക് ബാറ്ററി ലൈഫിലാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് OnePlus ബുള്ളറ്റ്സ് വയർലെസ് സി നോർമൽ എഡിഷൻ നിങ്ങൾക്ക് എടുക്കാം. സോ അത് കംപ്ലീറ്റ്ലി നിങ്ങളെ ആ ഒരു ടേസ്റ്റ് അനുസരിച്ച്, നിങ്ങളെ പ്രിഫറൻസ് അനുസരിച്ചിരിക്കും ആ ഒരു പർച്ചേസ് ഡെസിഷൻ എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആരെങ്കിലും ആണെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്താൽ ഭയങ്കര സന്തോഷമായിരിക്കും. സോ ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ, ക്യാച്ച് യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.